ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡായിട്ട് പറയാൻ പോണത്. അതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറയാം ജസ്റ്റ് ഒന്ന്. അങ്ങനെ ബാലനാണെങ്കിൽ ആകെ ഭയങ്കര ഒരു സംശയം കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ ഈ സംശയത്തിന് ഇന്ന് തന്നെ ഒരു അറുതി വരുത്തിയേ പറ്റൂ എന്ന് ബാലൻ മനസ്സിലുറപ്പിക്കുകയാണ്. ശേഷം നോക്കുമ്പോഴേക്കും ദേവി കടയിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഗോമതിയും ഇത്രയും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവാട്ടോ. മീനാക്ഷി അടുത്ത് ചോദിക്കുന്നുണ്ടല്ല, നിങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പോയിക്കൂടെ? എല്ലാത്തിനും 3 പേരാണല്ലോ ഒരുമിച്ച് ചെയ്യാറ് എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട് മീനാക്ഷിക്ക് അത് കുത്തറ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മീനാക്ഷി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ പോകുന്നില്ല, എനിക്കിന്ന് അർജൻറ്റായിട്ട് കുറച്ച് നേരത്തെ തന്നെ ഓഫീസിൽ പോകണം. ഓ അങ്ങനെയാണോ? എങ്കിൽ ശരി ഗോമതി, നിങ്ങളെന്നാൽ പോയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വാ എന്ന് ബാലൻ പറയാണ്. അങ്ങനെ ഗോമതിയും ഇത്രയും കൂടി അമ്പലത്തിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും മിത്ര അടുത്ത് പറയുന്നുണ്ട്, മിത്ര പറയുന്നുണ്ട് മീനാക്ഷി അടുത്ത്. അത് മീനാക്ഷി എടുത്തി അങ്കിള് പറഞ്ഞതിൽ എന്തെങ്കിലും ഡബിൾ മീനിങ് മീനാക്ഷി അടുത്തേക്ക് തോന്നിയോ? അങ്ങനെയൊന്നും ഇല്ല മിത്രേ, എല്ലാം നിൻ്റെ തോന്നലാണ് എന്ന് മീനാക്ഷി പറയാണ്. അപ്പോൾ തോന്നലായിരിക്കുമല്ലേ? അതേന്നേ, തോന്നൽ മാത്രമാണ് എന്ന് മീനാക്ഷി ഉറപ്പ് കൊടുക്കുമ്പോൾ മിത്രക്ക് ചെറിയൊരു സമാധാനമാവാട്ടോ. പക്ഷെ എന്നാലും മിത്രക്കും മീനാക്ഷിക്കും ചെറിയൊരു സംശയമൊക്കെ പോലെ തോന്നുവാട്ടെ. തോന്നലായിരിക്കും എന്ന് മീനാക്ഷി തന്നെ ഇങ്ങനെ ഉറപ്പിച്ച് പറയാണ്. അതിനുശേഷം അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ആകാശിനെ കാണുന്നുണ്ട് കേട്ടോ. ആകാശാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ സഡൻ ബ്രേക്കൊക്കെ എടുത്തിട്ട് ആകെ നമ്മുടെ ആശാനെ ഇങ്ങനെ ആശാനാണെങ്കിൽ പ്രാന്ത് പിടിക്കാട്ടോ. നമ്മുടെ ആകാശിൻ്റെ ഡ്രൈവിങ് കാരണം ഒന്നും സമ്മതിച്ച് തരത്തുമില്ല, എന്നാൽ ആകാശിനെ ഡ്രൈവ് ചെയ്യുകയും വേണം. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ആകാശ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മുടെ ഗോമതിയും മിത്രയും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കാണുന്നത്. അത് കാണുന്ന ആകാശ് പറയുന്നുണ്ട്, ഹലോ അമ്മേ, മിത്ര എവിടെ പോയിട്ട് വരാം? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാടാ. ആഹാ, നീ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാൻ പഠിച്ചോ? ഏറെക്കുറെയൊക്കെ പഠിച്ചു. വാ നിങ്ങൾ കയറി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അയ്യോ വേണ്ട, കുറച്ച് ദൂരമല്ലേ, ഞങ്ങൾ പോയിക്കോളാം എന്ന് ഗോമതി പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, വാ കയറ് എന്ന് പറയാണ്. അപ്പം മിത്ര പറയണ്ട, വാ ഞങ്ങൾക്ക് കയറാം അമ്മായി എന്ന് പറയാണ്. അങ്ങനെ അവരുടെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. ആകാശ് ചോദിക്കുന്നുണ്ട്, മിത്രേ എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ ആകാശ് ഏട്ടാ, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് മിത്ര പറയാണ്. ഈ സൂപ്പർ വണ്ടിയാണ്, പക്ഷെ അച്ഛനെ മാത്രം ഇഷ്ടപ്പെട്ടില്ല. രാവിലെ അച്ഛൻ്റെ ഇയാളോട് ദേഷ്യപ്പെട്ടായിരുന്നു കുറച്ച്. അച്ഛൻ്റെ സ്വഭാവം എന്ത് സ്വഭാവമേ എന്നൊക്കെ പറയണം. എടാ വണ്ടി നിർത്തടാ എന്ന് ഗോമതി പറയാണ്. എന്താമ്മ എന്ത് പറ്റി? നിന്നോട് വണ്ടി നിർത്താനാ പറഞ്ഞത്, എനിക്ക് ഞാൻ വണ്ടി നിർത്തി ചാടും എന്ന് ഗോമതി പറയുമ്പോൾ ശരി വണ്ടി നിർത്താം. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഗോമതി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഓടി നടക്കുക കേട്ടോ. അപ്പോഴേക്കും ആകാശും ഇത്രയും പുറകെ പോകുന്നുണ്ട്. ആകാശ് ചോദിക്കണ്ടേ, എന്താമ്മേ എന്തിനാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്? എടാ നിനക്ക് നാണില്ലടാ സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാനായിട്ട്? അത് മന്യനായിട്ടുള്ള ഒരാൾ നിൽക്കുമ്പോൾ ആ ഡ്രൈവർ മുമ്പിൽ അച്ഛനെ പറ്റി കുറ്റം പറയാൻ നിനക്ക് നാണൂല്ലേ? അമ്മേ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എടാ ഇതത്ര ശരിയല്ല കേട്ടോ, ഞാനിതായാലും ഈ വണ്ടി കയറില്ല എന്ന് പറയണം. അമ്മേ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അമ്മ, വാ ഞാൻ അങ്ങനെയൊന്നും പറയില്ല പോരെ എന്ന് പറയാണ്. സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മിത്രയും അതുപോലെ ഗോമതി വീണ്ടും വണ്ടിയിലേക്ക് കയറാണ്. ആകാശിനെ വണ്ടി ഓടിക്കുകയാണെന്ന് അറിയില്ല കേട്ടോ. പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ മിത്രയും ഗോമതി തെറിച്ചൊക്കെ വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലനാണെങ്കിൽ ഈ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, ആര്യം മാത്രമേ ഉള്ളൂ. അവൻ എങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് വിടണമല്ലോ. ശേഷം അവൻ്റെ റൂമിൽ ചെക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ തെളിവ് അവരുടെ റൂമിൽ ഉണ്ടാവാതിരിക്കില്ല എന്ന് ബാലൻ മനസ്സിലുറപ്പിക്കുകയാണ്. ശേഷം ബാലൻ ആര്യൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. മോനെ ആര്യ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ അച്ഛാ? അച്ഛനെ ചെറിയൊരു നടുവേദന പോലെ, മോനൊരു ഓയിൽമെൻറ്റ് മേടിച്ചിട്ട് വരാമോ? അതിനെന്താ അച്ഛാ, ഞാനിപ്പോൾ തന്നെ പോയിട്ട് വരാം. അതെ, ജംഗ്ഷനിലെ കടയില്ല, അപ്പുറത്തെ ജംഗ്ഷനിൽ പോയി മേടിക്കണം. സാരില്ല അച്ഛാ എന്ന് പറയാണ്. അങ്ങനെ 100 രൂപ ബാലൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അച്ഛാ എന്താ ചെയ്ത്? ഞാൻ ഓയിൽമെൻറ്റ് മേടിച്ചോളാം. അല്ലടാ, ഞാൻ നിന്നെ ചെറുതാക്കാൻ വേണ്ടി പൈസ തന്നതല്ല, ഇത് വെച്ചോ. വേണ്ട അച്ഛാ, ഞാൻ മേടിച്ചിട്ട് വന്നോളാം. അച്ഛനെ ഇവിടെ അത്ര നേരം ഇവിടെ നിൽക്കാൻ പറ്റുമല്ലോ. കുഴപ്പമൊന്നുമില്ല, നീ മേടിച്ചിട്ട് വാ. അതെ, പതുക്കെ പോയിട്ട് പതുക്കെ വന്നാൽ മതി, സ്പീഡിലൊന്നും വണ്ടി ഓടിക്കേണ്ട. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് വണ്ടി എടുത്തോട്ട് പോവാട്ടോ. ആര്യൻ വണ്ടി എടുത്തുനിന്ന് പോകുന്ന കാണുമ്പോൾ തന്നെ ബാലൻ പെട്ടെന്ന് ആര്യൻ്റെ മിത്രയുടെ റൂമിലേക്ക് കയറുകയാണ്. അവിടെ റൂമെല്ലാം മരിച്ചു പെറുക്കാട്ടോ. അപ്പോൾ ഒരു ഫയൽ കിട്ടുന്നുണ്ട്. ആ ഫയലിൽ നിന്ന് കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ബാലൻ നോക്കുമ്പോൾ അതിലൊന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണുന്നില്ലല്ലോ, ഇനി ഇവർ കല്യാണം കഴിച്ചില്ലേ എന്ന് പോലും ബാലന് സംശയം തോന്നുവാണ്. ശേഷം ആര്യൻ്റെ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ ബാലൻ ഒന്നും അറിയാത്ത പോലെ അപ്പുറത്തെ റൂമിൽ പോയി ഇരിക്കുക കേട്ടോ. അപ്പോൾ ആര്യൻ വരുന്നുണ്ട്. അച്ഛാ ദേ ഓയിൽമെൻറ്റ് എന്ന് പറയാണ്. നീ ഒന്ന് തേച്ച് തരാമോ? അതിനെന്താ അച്ഛാ, ഞാൻ തേച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ആര്യൻ ഓയിൽമെൻറ്റൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ ചോദിക്കുന്നുണ്ട്, അല്ലടാ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ഒന്നും തീരുമാനിച്ചില്ലല്ലോ, നീ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ലല്ലോ. ഏത് സർട്ടിഫിക്കറ്റ്? എടാ നിൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ്. അച്ഛനത് ഇതുവരെ വിട്ടില്ലേ? അതെങ്ങനെ വിടാൻ പറ്റും? നിൻ്റെ മിത്രയുടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയില്ലടാ ഞാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കണത്. അച്ഛാ അത് ഞാൻ തരാം അച്ഛാ. എടാ നീ ഏത് അമ്പലത്തിലെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോയി വിവാഹ സർട്ടിഫിക്കറ്റ് എടുത്തോളാന്നേ. അച്ഛൻ അതിനെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തന്നോളാം എന്നൊക്കെ ആര്യം പറയാണ്. ശേഷം മരുന്ന് വെച്ചിട്ട് ആര്യനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആര്യനും ചെറിയ സംശയമൊക്കെ തോന്നുവാട്ടോ.
അങ്ങനെ ആകാശ് വണ്ടി എങ്ങനെയൊക്കെ ഉന്തി തള്ളിയൊക്കെ നമ്മുടെ ദൈവമംഗലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ദൈവമംഗലത്ത് എത്തുന്നതും ആകാശിനെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും മുമ്പിലുണ്ടായിരുന്ന ബാലിൻ്റെ വണ്ടിയിലേക്ക് ഒരു ഒറ്റ തട്ടാണ്. അങ്ങനെ ബാലിൻ്റെ സ്കൂട്ടി തെറിച്ച് പോവുക കേട്ടോ, തെറിച്ച് വീഴുവാണ്. അതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു കവറൊക്കെ തെറിച്ച് പുറത്തേക്ക് വീഴുന്നുണ്ട്, ചാടി വീഴുന്നുണ്ട്. അത് കണ്ടിട്ട് അയ്യോ ദേവിയൊക്കെ അയ്യോ എൻ്റെ ബാലച്ചൻ്റെ വണ്ടി പോയേന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുവാണ്. മീനാക്ഷിയും വരുന്നുണ്ട്. അപ്പോഴേക്കും ബാലിനെ വരുന്നില്ല കേട്ടോ, ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. അയ്യോ വണ്ടി വീണല്ലോടാ, എന്ത് ഓട്ടോ ആടാ നീ ഓടിക്കണത് എന്ന് ഗോമതി ചോദിക്കുമ്പോൾ ആഹാ അമ്മ വണ്ടി വീണത് മാത്രം കണ്ടുള്ളൂ, എൻ്റെ കാറിൽ ചെറിയൊരു പോറൽ വന്ന് അത് നീ അമ്മ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എടാ വണ്ടി പിടിക്കടാ എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി വണ്ടി പിടിച്ചിട്ട് 3-4 പേരുടെ വണ്ടി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കണ സമയത്ത് അവിടെയൊക്കെ ബാലൻ വരട്ടെ. ബാലനെ കാണുമ്പോൾ തന്നെ മീനാക്ഷിയും ഇത്രയൊക്കെ ആകെ ഷോക്കാവാണ്. ബാലന് ഇത് മതിയിലെ വഴക്കുണ്ടാക്കാൻ. പെട്ടെന്ന് ബാലൻ പൊട്ടിച്ചിരിക്കുകയാണ്. ആഹാ കൊള്ളാലോ, എല്ലാവരും കൂടി വണ്ടി പൊക്കുവാണോ, വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അത് സർവ്വസാധാരണമാണ് എന്ന് ബാലൻ പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ ബാലനെ നോക്കുകയാണ്. ഈശ്വര ഇത് ബാലേട്ടൻ തന്നെയാണ് പറയണത് എന്ന് നോക്കി ഗോമതി നോക്കുമ്പോൾ എന്താ ഗോമതി നീ എങ്ങനെ നോക്കണത്, വണ്ടി ഒന്ന് വീണു അത്രയല്ലേ ഉള്ളൂ, എല്ലാവരും കൂടി പിടിച്ച് ശരിയാക്കി നേരെ വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അല്ല വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ബാലേട്ട എന്ന് ഗോമതി പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആകാശ് പറയുന്നുണ്ട് അതെ സ്കൂട്ടിക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല, അത് പഴയ സ്കൂട്ടിയല്ലേ, പക്ഷെ കാറിന് പോറൽ പറ്റി എന്ന് പറയണം. പെട്ടെന്ന് ബാലൻ പറയുന്നുണ്ട് എടാ മോനെ ഞാൻ വേണമെങ്കിൽ പൈസ തരാം, കാറിന് എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണിയുണ്ടെങ്കിൽ നീ ചെയ്തോ. അയ്യോ അച്ഛാ ആകാശത്ത് വെറുതെ പറഞ്ഞാണ് മീനാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട് മീനാക്ഷി നീ എന്താ പറയണത്, ദേ നോക്ക് കാറിന് പോറൽ വന്നു എന്ന് പറയുമ്പോഴേക്കും എടാ അതാ ഞാൻ പറഞ്ഞ പൈസ തരാമെന്ന്, നീ കാറിന് ശരിയാക്കി കൊണ്ടുപോവാ എന്ന് ബാലൻ പറയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ എന്ന് മീനാക്ഷിയും പറയുന്നു കേട്ടോ. അങ്ങനെ ബാലിൻ്റെ മാറ്റം എല്ലാവരും വാ പൊളിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. ഇനിയിപ്പോൾ നാളെ കാണിക്കാൻ വന്നത് ബാലൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മിഥുനെ ഡിസ്ചാർജ് ചെയ്യാം, ഇനി കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. ഇനിയിപ്പോൾ മിഥുൻ്റെ വീട്ടുകാരും അന്വേഷിച്ച് വന്നില്ലല്ലോ, പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടും. അത് സാരല്ല സാറേ, എൻ്റെ വീടിവിടെ അടുത്തല്ലേ ഡോക്ടർ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അയ്യോ ബാലിനത് ബുദ്ധിമുട്ടാവില്ലേ, ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് 3 ആമക്കളാണ്, ഇവനും കൂടി ആകുമ്പോൾ 4 ആമക്കളായി എന്ന് പറഞ്ഞിട്ട് ബാലൻ വേഗം തന്നെ നമ്മുടെ മിഥുനെ പേരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ ദേവമംഗലത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. പക്ഷെ അപ്പം ഗോമതിക്ക് അറിയില്ല ഇത് മിഥുനാണെന്ന്. ഗോമതി ചോദിക്കണ്ട അയ്യോ ബാലേട്ട ഇതാരാ, അതായത് മിഥുനെ നടക്കാനൊന്നും പറ്റുന്നില്ല, ഇങ്ങനെ ഇഴഞ്ഞിട്ടാണ് കേട്ടോ ബാലിനെ പിടിച്ച് കൊണ്ടുവരുവാണ്, മേത്തിങ്ങനെ തളർത്തിങ്ങനെ കിടത്തി കൊണ്ടുവരുക കേട്ടോ. ഗോമതി ഇതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതിയുടെയും ബാലിൻ്റെ റൂമിലേക്ക് മിഥുനെ കിടത്തുകയാണ്. ദേ ഇവൻ്റെ കാര്യങ്ങൾ എല്ലാവരും നോക്കണം കേട്ടോ, എനിക്ക് കഴിഞ്ഞ ദിവസം വഴിയരികെ വെച്ചിട്ട് ഇവനെ കിട്ടിയതാണ്, അന്ന് നടക്കാൻ പോലും പറ്റില്ലെന്ന് മരിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്, ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സയൊക്കെ കൊടുത്തു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവനോ കുറച്ച് നോക്കി ആവാനുണ്ട്, അതുവരെ നമ്മുടെ വീട്ടിൽ ഇവൻ ഉണ്ടാകും എന്ന് പറയാണ്. മിഥുനെ കാണുന്നത് മിത്രക്ക് ഷോക്കാവാട്ടോ. മിത്ര പറയുന്നുണ്ട് ഗോമതി അമ്മായി ഇതാണ് അവൻ ആ മിഥുൻ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഇളകും കേട്ടോ. ഗോമതി മിഥുൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ബാലിനത് സമയത്ത് ഇടാ നിൻ്റെ മുഖത്തിന് ചൂട് വെള്ളം ഒഴിക്കും, എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇത് വഴക്ക് പറയലാട്ടോ. അപ്പം മീനാക്ഷിയും വരുന്നുണ്ട്, ഇത് അവനല്ലേ കൊടക്കിനല്ലേ വെച്ച് എൻ്റെ പുറകെ നടന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ കഴുത്തിൽ ഞാൻ പിടിച്ച് നെക്കോടാ എന്നൊക്കെ പറയണം. അങ്ങനെ 3 പെണ്ണും കൂടി മിഥുനെ ചുറ്റും കൂടിയിട്ട് മിഥുനെ അടിച്ച് തകർക്കാൻ പോവാട്ടോ. പക്ഷെ ഇതൊക്കെ ബാലിന് ഒളിഞ്ഞു നോക്കി കാണുന്നുണ്ട്. ബാലിന് വേറെ ഒന്നുമല്ല, ഇതൊക്കെ ബാലിന് ഇങ്ങനെ നോക്കിക്കാണും, ഇവരുടെ വായിന്ന് എപ്പോഴാണ് ആ സത്യം വീഴുന്നതെന്ന് അറിയാൻ വേണ്ടി ബാലിന് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളി ഭാഗമാണ് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.